ഒരു ആനയെ മയക്കുവെടി വെക്കുന്നതിന് മുന്നേ അതിൻ്റെ അത് ആരോഗ്യവാനാണോ, അത് സഞ്ചരിക്കുന്ന പാത എങ്ങനെയാണ്, അത് വെള്ളം കുടിക്കുന്നുണ്ടോ, അത് ആഹാരം കഴിച്ചിട്ടുണ്ടോ, അതിൻ്റെ ബോഡിയുടെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം മയക്കുവെടി വയ്ക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കാണുന്ന ആനയോ നാട്ടിലിറങ്ങിയോ ഒറ്റവടി, അവൻ പോട്ടെ ഒറ്റവടി. ഈ നഖമെല്ലാം പറഞ്ഞു വിട്ട് ആ കടുവ വരും. ഞാനപ്പോൾ കണ്ടപ്പോഴേ പറഞ്ഞു, സാറേ ഇത് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നു, നല്ല ആക്റ്റീവ്, നല്ല സൈസുള്ള ബംഗാൾ ടൈഗർ എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷേ കടുവ മരണപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ട് മരണപ്പെടുന്നു നമുക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സാർ പറഞ്ഞ തണ്ണീർക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന എങ്ങനെ മരിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ പുറത്ത് ഒരുപാട് സംഘാടകരുണ്ട്. കാരണം ഞാൻ ഈ അരിക്കൊമ്പനെ വിട്ട സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നിയത്, അവരൊരു എന്താ പറയുക, അരിക്കൊമ്പനെ വിട്ട ആ എസ്റ്റേറ്റിനകത്തോട്ട് പോകുന്ന വഴിക്കൊരു പാലമുണ്ട്. അവിടെ എല്ലാവരെയും തടഞ്ഞു. ഒരു മീഡിയാസിനെയും ഒരു സോഷ്യൽ മീഡിയക്കാരെ ആരെയും ഇല്ല. എനിക്ക് മാത്രം പോകാൻ പറ്റും. അത് ഞാൻ അവിടുത്തെ അല്ലാത്ത ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് പോകുന്നത്. അത് വലിയ തമാശയാണല്ലോ. അങ്ങേ കേരളത്തിൻ്റെ വനം വകുപ്പ് അകറ്റി നിർത്തുകയും തമിഴ്നാടിൻ്റെ വനം വകുപ്പ് ചേർത്ത് പിടിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ വനം വകുപ്പിന് 1-2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നുമില്ല. കാരണം ഞാൻ ഇലക്ട്രിക് വേലി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തട്ടിപ്പാണ്. സാറിന് മനസ്സിലാക്കണം. ഇലക്ട്രിക് വേലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. പല സമയത്തും അതിൽ കറണ്ടില്ല. പിന്നെ ആനകൾ പുറത്തേക്ക് വരാൻ കിടങ്ങുകൾ നമ്മൾ എത്ര രൂപയായിക്കോട്ടെ. ഇപ്പോൾ നമ്മളൊരു ആനയെ പിടിച്ച് ഇപ്പോൾ ഈ ആനയെ കൊന്നു, ഇതിന് നമ്മൾ സംസ്കരിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാവുന്നുണ്ട് സാറിൻ്റെ കണക്കൂട്ടൽ? സാറിന് അറിയാമോ? അരിക്കൊമ്പൻ ഒരാളിനെങ്കിലും കൊന്നൊരു കണക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും? പറയുന്ന 12 പേരെ കൊന്നു. എവിടെയാണ്, എപ്പോഴാണ്, ആരാണ്, ആളുടെ അഡ്രസ്സ് ചോദിക്കൂ. കൊന്ന ആൾക്കാരുടെ പേര്, അഡ്രസ്സ്. അരിക്കൊമ്പനാണ്. അവിടെ അരിക്കൊമ്പൻ പോയതിനു ശേഷം റേഷൻ കട പൊട്ടിച്ചു, അടുത്ത ചക്കക്കൊമ്പൻ, അല്ലെങ്കിൽ എന്താ പറയുക മുറിവാലൻ. അപ്പോൾ ഇത് പടയപ്പ. അപ്പോൾ ഇതൊക്കെ സാറേ ഇതെല്ലാം വെറും ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായ മെസ്സേജുകൾ കൊടുക്കുകയാണ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ബാബ. നമസ്കാരം സാർ. നമസ്കാരം. ഇനി സംശയമൊന്നുമില്ലല്ലോ, നമ്മുടെ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഹൃദയാഘാതം മൂലം. അതെ, സർക്കാർ അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു 15 മണിക്കൂറോളം വേണ്ടത്ര വെള്ളം കുടിച്ചില്ല ആന. മയക്കുമരുന്ന് വെടി ഉയർത്തി, അതിന് പിന്നാലെ ആനയെ ലോറിയിലേക്ക് കയറ്റി. ആന ചെരിഞ്ഞു. അതൊരു സ്വാഭാവിക കാര്യം മാത്രം. ഒരു ആന ചെരിഞ്ഞതിൽ എന്തിനാണ് ഈ മൃഗസ്നേഹികൾ ഇങ്ങനെ കള്ളക്കണ്ണീർ പൊഴിക്കുന്നത്? ആന ചെരിഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങൾ നോക്കും. ആന നമ്മുടെ വനമേഖലയിൽ വളരെ കൂടുതലുണ്ട്. അതൊരു സാധാരണ സംഭവമായി സർക്കാർ കരുതുന്നു. മനുഷ്യനൊന്നും അല്ലല്ലോ ചെരിഞ്ഞത്. അതെ, സന്തോഷം. കാരണം ഇങ്ങനൊരു വാർത്ത ചെയ്യാനായിട്ട് കഴിഞ്ഞതിന് സാറിനോടൊപ്പം കൂടാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം. കാരണം സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്തകൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ആന, എനിക്ക് ചിരി വരുന്നു സത്യം പറഞ്ഞു, വിഷമവും തോന്നുന്നുണ്ട്. പക്ഷേ ആ ആന മരിച്ചു എന്ന് തന്നെ സാറിന് ഹൃദയാഘാതമെന്ന് അവർ പറയുന്നു. 15 മണിക്കൂർ ആന വെള്ളം കുടിച്ചില്ല എന്ന് പറയുന്നു, അന്നും പറയുന്നു. എന്താ പറയുക, എൻ്റെ ബലമായ സംശയം, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പം നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു സാധു ആനയെ പിടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ട് കളഞ്ഞു. ഞാൻ അതിനിടയ്ക്ക് വാർത്ത വന്നു, അവിടെ എസ്റ്റേറ്റിൽ ഇറങ്ങി ചവിട്ടി. ആ എസ്റ്റേറ്റിലൊന്നും ആന പോയിട്ടില്ല. 30 വർഷം ഇവർ പറഞ്ഞ എസ്റ്റേറ്റ് ആന പോയി. അല്ല, അരിക്കൊമ്പൻ കേരളത്തിലായിരുന്നപ്പോൾ വലിയ പ്രശ്നം. ഇപ്പം തമിഴ്നാട്ടിൽ ചെന്ന് വളരെ ശാന്തനാണ് തമിഴ്നാട് വനം വകുപ്പ് പറയും. അല്ല, അതും പറയാം. തമിഴ്നാട് വനം വകുപ്പല്ല, വനം വകുപ്പ് ആദ്യം പറഞ്ഞിരുന്നത് അവിടുത്തെ എസ്റ്റേറ്റിൽ ഇറങ്ങി എസ്റ്റേറ്റ് തൊഴിലാളി. പക്ഷേ അവിടെ ഞാൻ പോയിട്ട് അവിടെ ആന പോയിട്ട് 30 വർഷമായി. അതിനുശേഷം അവിടെ ആന പോയിട്ടേ ഇല്ല, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായ കുറേ അധികാരികൾ തെറ്റായ കുറേ മെസ്സേജുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. ആന എന്താ ഭീകരമായ ജീവൻ. ഇപ്പോൾ വേറെ പ്രത്യേകം നമുക്ക് ആനയ്ക്ക് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ, അരിക്കൊമ്പൻ, പേരക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ, പടയപ്പ, ഇങ്ങനെ ഓരോ ആനകൾക്ക് ഒരു പേരിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ പുറകെ നടക്കുന്നു. കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ട് ഇന്നലെ ഒരു വൈറലായ വീഡിയോ ഉണ്ട്. 2-3 ആന കാട്ടി നിൽക്കുന്ന ആനയെ വീഡിയോ എടുക്കാണ്ട് കാർ നിർത്തിയിട്ട് ഓടി ചെന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആന പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇത് ഓടുമ്പോൾ ആനയുടെ കാലിൻ്റെ അടിയിൽ പെടുന്ന ആളിനെ പോലും ആന കൊല്ലുന്നില്ല, ചവിട്ടി കൊല്ലുന്നില്ല. ആന കാലിൻ്റെ അടിയിൽ അയാൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സാറും കണ്ടോണോ വീഡിയോ? അപ്പോൾ ഈ തണ്ണീർക്കൊമ്പൻ എന്ന ആന ചത്തു മരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അറ്റാക്ക് ആണെന്ന് പറയുന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു, എന്ത് കാരണത്താലാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്? ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, ആന വെള്ളം കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് പോലീസ് ആദ്യം ജനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങളൊരു പുതിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്, നാച്ചുറൽ ഫോർ ഫ്യൂച്ചർ എന്നാണ് ആ സംഘടനയുടെ പേര്. അവർ കേരളത്തിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ, സെക്രട്ടറി ശ്യാം വെണ്ണിയൂരാണ്. അപ്പോൾ ഞങ്ങൾ ആ സ്പോട്ടിൽ സംസ്ഥാന DGP വിളിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെ അധികാരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും അതിനെ മയക്കുവെടി വെക്കരുതെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. കാരണം മയക്കുവെടി വെക്കുമ്പോൾ വീക്കായി നിൽക്കുന്ന ആനയാണ്. അത് ഓൾറെഡി നല്ല 2 പ്രാവശ്യം മയക്കുവെടി വെച്ചു. ആ സമയത്ത് ആന എന്തായാലും ടയർഡായി നിൽക്കുന്ന ആന പെട്ടെന്ന് ഹാർട്ട് അറസ്റ്റ് വരും, ഹാർട്ട് അറ്റാക്ക് വരും. അല്ല, മയക്കുവെടി വെക്കാതെ എങ്ങനെ ആനയെ പിടികൂടാ? അല്ല, ഇത് കാട്ടിൽ നിന്നൊരു ആന വന്നു, ഇത് ജനങ്ങൾ ഇതിൻ്റെ പിറകെ പോവുകയാണ്. അത് കഴിഞ്ഞ് പോലീസ് കുറേ നേരം ആനയെ വരട്ടുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു 10-100 മീറ്റർ ഇപ്പുറത്ത് ജനങ്ങളെ ബ്ലോക്ക് ചെയ്യണം പോലീസ് ചെയ്യേണ്ടത്. അപ്പോൾ വന്ന ആന എത്രയും ആളുകളെയൊക്കെ ദൂരെ കാണുമ്പോൾ അവൻ തിരിച്ച് വന്ന വഴി മടങ്ങിപ്പോകും.
വന്ന് ഇതിപ്പോൾ നടക്കുന്ന ഇത് വരുന്നവർ കുറേ മൊബൈലുമായിട്ട് വീഡിയോ എടുക്കൊണ്ട് ആനയുടെ പുറകെ പോകുന്നു. അപ്പോൾ ആന പെട്ടെന്ന് ചിലപ്പോൾ പേടിച്ചു പോകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ നേരെ വരുന്നു. ഇപ്പോൾ ഇത് മാത്രമല്ല, കേരളത്തിൽ സാർ നോക്ക്, കോഴിക്കോട് ഒരു 14-12 മണിക്കൂർ കിണറ്റി കിടന്ന പുലി എങ്ങനെയാണ് മരിച്ചത്? പുലിയെ പിടിച്ചപ്പോൾ പുലി വെള്ളത്തിൽ വെളുക്കുന്നവരെ നീന്തുന്നുണ്ട്, അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ പുലിയെ മയക്കോടി പിടിച്ച് 2-3 മണിക്കൂർ പുലി മരിച്ചു. അപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൻ്റെ 6 വാരിയിൽ പൊട്ടി. 6 വാരിയിൽ പൊട്ടിയ പുലിയാണ് വെളുക്കുന്നവരെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വേറെ നോക്കും, നമുക്ക് കുറച്ച് നാൾ മുന്നേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് അത് സംഭവിച്ചത്. വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിണറ്റിൽ കരടി മയക്കോടിയായിട്ട് മരണപ്പെട്ടു, എന്നിട്ട് വെള്ളത്തിൽ താന്നുപോയി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹൈക്കോടതിയുടെ നിയമം വന്നു, റെസ്ക്യൂവിനിടയിൽ അപകടത്തിൽപ്പെടുന്ന മൃഗങ്ങൾക്ക് സംഭവിച്ചാൽ കേസെടുക്കാൻ നിയമമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ സാറൊക്കെ കണ്ടു കാണും, കുറേ 3-4 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എന്താ പറയുക, നമ്മുടെ ആങ്ങാമ്പുഴി എന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ, കുട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഒരു പുലി അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹം അതിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് ആൾക്കാരെല്ലാം കൂടെ ചെന്ന് അതിൻ്റെ ദേഹത്ത് വീണ് അത് മരണപ്പെടുന്നു. അദ്ദേഹത്തിന് ജയിലിലടച്ചു. അത് റെസ്ക്യൂ ആണ്, അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാണ്. പക്ഷേ ഇത് 100% സാറേ, ഇത് ജനങ്ങളുടെ ഇടയിൽ അധികാരികൾ തെറ്റായ ഒരു മെസ്സേജ് കൊടുത്തു, വനത്തിനകത്ത് മൃഗങ്ങൾ കൂടുന്നു. അതെ, ഇവിടെ ഒരു പൊതുബോധം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. അല്ല, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, മൃഗങ്ങൾ പണ്ടത്തേക്കാൾ കൂടുതലായി ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. എന്തുകൊണ്ടാണ് കാരണം സാർ പറയും? 1, വനത്തിനകത്തേക്ക് മനുഷ്യൻ്റെ അതിക്രമിച്ചുള്ള കയറ്റം. 2, അകത്തുനിന്ന് ഇപ്പോൾ ഈ ആനയും കടുവയൊക്കെ വനത്തിൽ കൂടുതലായി നിൽക്കുന്നതുകൊണ്ട് മനുഷ്യൻ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, വനത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല. അതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ, അത് ഇവർക്ക് അനാവശ്യമായ കാര്യങ്ങൾക്ക് അകത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അതാണ് കേരളത്തിലെ പ്രശ്നം. പക്ഷേ അതിനെ കുട പിടിക്കാനേ കുറേ ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ അരിക്കൊമ്പനെ പിടിച്ച സ്ഥലത്ത് ഒരു മാഡം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോട് സംസാരിച്ച് അവരുടെ പറമ്പിൽ ഒരു പാമ്പുണ്ട്, പെരുമ്പാമ്പാണ്, ഹിന്ദിക്കാരൻ കാണുന്നുണ്ട്. ഞങ്ങളുടെ മാഡത്തിന് എത്ര സെൻറ്റ് സ്ഥലമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കാൻ വേണ്ടി, അപ്പോൾ അത് കുറച്ചുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കല്ല, എന്നാലും എത്രയുണ്ട്, ഒരു 10,000-2,500 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു, അവർ കുടുംബക്കാർക്കെല്ലാം കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഏരിയ, ഒരു 2-3 മല അവരെ കയ്യിൽ. അപ്പോൾ അവിടെ വേറെ ഒരു ആനിമൽസിന് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആന എന്ത് ചെയ്യും, അല്ലെങ്കിൽ കരടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കടുവ എന്ത് ചെയ്യും, താഴ്വരയിലേക്ക് വരും. അപ്പോൾ അവിടെയും ജനങ്ങളുണ്ട്. അപ്പോൾ ഇവർ പേടിച്ചു പോകുന്നു. അപ്പോൾ എൻ്റെ ബലമായ സംശയം, വനത്തിനടുത്തോട്ടുള്ള റിസോർട്ടുകൾ, കാരണം അവരിപ്പോൾ റിസോർട്ട് വയ്ക്കുമ്പോൾ ഗസ്റ്റുകളെ ആകർഷിക്കുന്നതാണ്. കുറേ മാനിൻ്റെയും ആനയുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇതെല്ലാം ഞങ്ങളുടെ റിസോർട്ടിനടുത്തുണ്ടെന്ന് പറയുമ്പോൾ ഇവരൊന്നും അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ആകർഷിക്കാൻ വേണ്ടി ഇവർ ഉപ്പിടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മാനിന് ഉപ്പ് ഇഷ്ടമാണ്. അപ്പോൾ മാനിനെ ആകർഷിച്ച് ഉപ്പിട്ട് കൊണ്ടുവരുന്ന ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നത് എനിക്കറിയാം. ആനയ്ക്ക് അവന് ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ചക്ക, നമ്മൾ കഴിവിൻ്റെ പറഞ്ഞ വനത്തിനോട് ചേർന്നുള്ള റിസോർട്ടിൽ മണമുള്ള പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ പ്ലാവ് വെക്കുന്നു, അപ്പോൾ അവിടെ ചക്കത്തിന് 2 ആന വരുന്നു, അപ്പോൾ ചക്കക്കൊമ്പൻ എന്ന് പേരിട്ടു. ഇനി കുരങ്ങ് പേര വെക്കുന്നു, സീസണാകുമ്പോൾ പേരൊക്കെ അതിനെ കുരങ്ങ് വരുന്നു, അപ്പോൾ കുരങ്ങ് ശല്യമാവുന്നു. ഇപ്പോൾ ഇതെല്ലാം നിങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുക. ഇതെല്ലാം കുറേ ആൾക്കാർ മെനക്കെട്ടിരുന്ന് തെറ്റായ കാര്യങ്ങൾ, അധികാരികൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഇത് തെറ്റായ മെസ്സേജുകൾ കൊടുക്കുക. അങ്ങ് പറഞ്ഞു വരുന്നത് തണ്ണീർക്കൊമ്പനെ നമ്മൾ കൊന്നുകളഞ്ഞത് 100% അല്ലേ? അത് തണ്ണീർക്കൊമ്പനെ നമ്മുടെ ഇവർക്കെതിരെ വധശ്രമത്തിന് ആനയെ കൊന്നുകളഞ്ഞു എന്നതിന് ആ കുറ്റത്തിന് തന്നെ കേസെടുക്കണം. ഞങ്ങളുടെ ഈ ഇപ്പോൾ പുതിയ സംഘടന രൂപീകരിച്ച് അതിനു വേണ്ടി മാത്രമാണ്. വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കൊല്ലാതെ സേവ് ചെയ്യുക. ഇപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ സാറ് ട്രിവാൻഡ്രത്ത് സൂവിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. പറയുമെന്ന് എനിക്കറിയാം, അദ്ദേഹം സർക്കാർ ജീവനക്കാരനാണ്. വയനാട്ടിൽ ഒരു വലിയൊരു കടുവയെ കൊണ്ടുവന്നു, ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ കടുവയെ കൊണ്ടുവന്നൊരു കൂടിനകത്തിട്ട് കടുവ ആൾ വരുമ്പോൾ ഇങ്ങനെ കൈയിട്ട് അടിക്കുമ്പോൾ ഈ നഖമൊക്കെ പറഞ്ഞു പോവുകയാണ്. ഈ നഖമെല്ലാം പറഞ്ഞു വിട്ട് ആ കടുവ വരും. ഞാനപ്പോൾ കണ്ടപ്പോഴേ പറഞ്ഞു, സാറേ ഇത് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നു, നല്ല ആക്റ്റീവ്, നല്ല സൈസുള്ള ബംഗാൾ ടൈഗർ എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷേ കടുവ മരണപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ട് മരണപ്പെടുന്നു നമുക്കറിയില്ല. ഇപ്പോൾ സാർ പറഞ്ഞ തണ്ണീർക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന എങ്ങനെ മരിച്ചു? ഇപ്പോൾ ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ പുറത്ത് ഒരുപാട് സംഘാടകരുണ്ട്, വന്യമൃഗങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചുമതല ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇവരെ വനത്തിനകത്തോട്ട് അടുപ്പിക്കുന്നു. അങ്ങ് പാമ്പിനെ ഒരു കരുതലോടെ കാണുന്നു, ആനയെ, കടുവയെ, കരടിയെ, എല്ലാ ജീവിയും. എന്തുകൊണ്ടാണ് മൃഗങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ കാട് കുറഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു. ഞാൻ ചോദിക്കട്ടെ, തണ്ണീർക്കൊമ്പൻ്റെ കഴുത്തിൽ കോളറേഡി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കാട് വിടുമ്പോൾ മോണിറ്റർ ഇത് കിട്ടൂലേ, അത് എവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്? അപ്പോൾ ആ കാട് ഇറങ്ങുന്നതിന് മുന്നേ അതിനെ തിരിച്ച് പായിച്ചു വിടാൻ കഴിയില്ലേ? ജനവാസ മേഖലയിൽ വരുമ്പോഴാണ്. അപ്പോൾ റേഡിയോ കോളർ എന്താ വെറുതെ ഷോയ്ക്ക് ഇട്ടിരിക്കുന്നത്? അവിടുത്തെ വന മേഖലയും മാനന്തവാടി ടൗണും തമ്മിൽ വലിയ ദൂരമില്ല. അതെ, അല്ല, ദൂരമില്ലെങ്കിൽ തന്നെ ആന ഇപ്പോൾ എപ്പോഴും ഒരു മോണിറ്റർ ചെക്ക് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞു. എനി ടൈം ഇങ്ങനെ മോണിറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളിൻ്റെ മൊബൈലിലേക്ക് ആന സഞ്ചരിക്കുന്ന പാത കിട്ടുകയാണ്.
ഇപ്പോൾ കർണാടകത്തിലേക്ക് അങ്ങനെയാണ്. അവർ ഒരു ആന പോകുമ്പോൾ അവർ അപ്പോഴെപ്പോഴും നോക്കും ഇത് എവിടെ എത്തി, എങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നില്ല? ഇപ്പം നമ്മൾ അരിക്കൊമ്പനെ പിടിച്ചില്ല, അരിക്കൊമ്പനെ പിടിച്ച് നമ്മൾ പിടിച്ചപ്പോൾ 98 ലക്ഷം രൂപ ചിലവായി, തമിഴ്നാട് പിടിച്ചപ്പോൾ 2 ലക്ഷം രൂപയായുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ആ 2 ലക്ഷം രൂപയോടൊപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ 5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. 5 ലക്ഷം രൂപയുടെയാണ് അരിക്ക് റേഡിയോ കോളർ, അത് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടി. ഇപ്പോൾ അവൻ സുഖമായിട്ട് അവിടെ നിൽക്കുന്നു. അവനിപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ അവിടുത്തെ ആനകളോട്ട് എന്താ പറയുക അടുപ്പമായി. അരിക്കൊമ്പൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള റിസോർട്ടുകളിൽ താമസക്കാർ പോലും എത്തുന്നില്ല എന്നുള്ള പരാതി. അതുകൊണ്ടാണല്ലോ അവനെ പിടിച്ചത്. അതുകൊണ്ട് ആൾ വരാൻ ഇപ്പം അരിക്കൊമ്പന് സാറിന് അറിയാമോ? അരിക്കൊമ്പൻ ഒരാളിനെങ്കിലും കൊന്നൊരു കണക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും? പറയുന്ന 12 പേരെ കൊന്നു. എവിടെയാണ്, എപ്പോഴാണ്, ആരാണ്, ആളുടെ അഡ്രസ്സ് ചോദിക്കൂ. കൊന്ന ആൾക്കാരുടെ പേര്, അഡ്രസ്സ്. അരിക്കൊമ്പനാണ്. അവിടെ അരിക്കൊമ്പൻ പോയതിനു ശേഷം റേഷൻ കട പൊട്ടിച്ചു, അടുത്ത ചക്കക്കൊമ്പൻ, അല്ലെങ്കിൽ എന്താ പറയുക മുറിവാലൻ. അപ്പോൾ ഇത് പടയപ്പ. അപ്പോൾ ഇതൊക്കെ സാറേ ഇതെല്ലാം വെറും ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായ മെസ്സേജുകൾ കൊടുക്കുകയാണ്. ഈ വനം മന്ത്രിയുടെ ദൗത്യം എന്താ? ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണോ അതോ മൃഗങ്ങൾക്ക് സംരക്ഷണം? വനം വകുപ്പ് മന്ത്രി ആദ്യം ചെയ്യേണ്ടത് മൃഗങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മൃഗങ്ങളെ പുറത്തേക്ക് വരാതിരിക്കുന്ന സംവിധാനം കണ്ടെത്തുക. മൃഗങ്ങൾ പുറത്തേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് വരരുത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയം ഇപ്പോൾ ജനങ്ങളെയും മൃഗങ്ങളെയും രണ്ടും, വനവും നാടും വേണം. വനമുണ്ടെങ്കിലേ നാടുള്ളൂ, വനമുണ്ടെങ്കിലേ പ്രകൃതിയുള്ളൂ. വന്യമൃഗങ്ങളുണ്ടെങ്കിലേ വനത്തിനകത്തേക്ക് കടന്നു പോകുന്ന കള്ളത്തരങ്ങളും കൊള്ളയും നടക്കാതിരിക്കും. അത് തടയണമെങ്കിൽ വന്യമൃഗങ്ങൾ കാട്ടിൽ അനിവാര്യമാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇനിയുള്ള 4 മാസം വളരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഈ വനത്തിൽ ജല ദൗർലഭ്യം ഭയങ്കരമാണ് ഇപ്പോൾ. അപ്പോൾ മൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് വരും, വെള്ളമുള്ള സ്ഥലത്തേക്ക്. അതിന് നമ്മൾ ശാശ്വതമായിട്ട് കണ്ടെത്തേണ്ടവർ. അതിന് ഞാൻ യഥാർത്ഥത്തിൽ വനം വകുപ്പിൽ കുറേ ബിനോവിഷൻ സാർ ഉൾപ്പെടെയുള്ള, ഗണേശ് സാർ ഉൾപ്പെടെയുള്ള, അതുപോലെ നമ്മുടെ അങ്ങനെ ഒട്ടനവധി പേരെ ഞാൻ പരിചയപ്പെടുന്നത്. അത് ഏറ്റവും ഐഡിയോളജി ആയിട്ട് വനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അത് നമുക്ക് എപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഗണേഷ് കുമാർ സാർ. കാരണം വനത്തിനടുത്ത് മൃഗങ്ങൾ എപ്പോഴാണോ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കി അതിൻ്റെ അകത്തേക്ക് മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ അവിടെ തണ്ണീർത്തടങ്ങൾ, അത് കൃത്രിമമായി ചെറിയ, നമ്മളിപ്പോൾ പൊന്മുടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തടയണ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ നിത്യേന കേഴമാനും മറ്റുമൊക്കെ വണ്ടി ആക്സിഡൻറ്റ് മരണപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പുള്ളി ഇരുന്ന സമയത്ത് പുള്ളി തടയണ കെട്ടി വെള്ളം ശേഖരിച്ചു. അപ്പോൾ വരുന്ന മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഐഡിയപരമായിട്ട് നല്ല കഴിവുള്ള എന്തെങ്കിലും ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഐഡിയ ഉള്ള ആൾക്കാർ വേണം ഇങ്ങനെയുള്ള തലപ്പത്തിരിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, തണ്ണീർക്കൊമ്പൻ എന്ന പേര് വീഴാൻ കാരണം ഇവൻ പൈപ്പൊക്കെ മുറിച്ച് വെള്ളം കുടിക്കുന്നു. അതെ, നാട്ടിലിറങ്ങി വെള്ളത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. വെള്ളം അനിവാര്യമാണ് കുടിക്കാൻ. എത്രയും കിലോമീറ്റർ സഞ്ചരിക്കുന്ന ജീവിയാണ് ഒന്ന്. അതുപോലെ നമ്മൾ ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ എന്ന് പറയുമ്പോൾ അവിടെ മാത്രമല്ല, നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ എന്താ പറയുക, കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഗവിയിലേക്ക് പോകുന്ന വഴിക്ക് മൂഴിയാറിൽ പവർ ഹൗസിൻ്റെ അവിടത്തേക്ക് കുടിവെള്ളം വരുന്ന പൈപ്പ് കാനുകൾ പൊട്ടിക്കാറുണ്ട്. വേനലാകുമ്പോൾ അവരത് പൊട്ടിച്ചിട്ട് അവിടെ സെൻസ് ഉണ്ട്. അതെ, സെൻസ് ഉണ്ട്. അപ്പോൾ പൈപ്പിനകത്ത് വെള്ളം പോകുന്ന സൗണ്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ചവിട്ടി പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു, വെളുക്കുന്നവർ അവിടെ നിൽക്കുന്നു. അതൊക്കെ നമ്മൾ ലൈവായി കാണുന്നവരാണ്. അപ്പോൾ ഇവർക്ക് വെള്ളം അനിവാര്യമല്ലേ? അപ്പോൾ നമ്മൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് ഇവർ, മനുഷ്യന് വെള്ളം എത്തിക്കുന്നത് പോലെ തന്നെ മൃഗങ്ങൾക്ക് വെള്ളം എത്തിക്കാനും സർക്കാരിന് ഉത്തരവാദിത്തം. വെള്ളം എത്തിക്കണ്ട, അവിടെ ഉള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ശേഖരിച്ചാൽ തടയാണ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ചെയ്യാനുള്ള ചെറിയ കുളമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു. പല വനത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഗവിയിലേക്ക് പോകുമ്പോൾ താഴേക്ക് ഇറങ്ങി പോകുന്ന പഞ്ചാരമണ്ണ് എന്ന സ്ഥലത്ത് ഉള്ളിൽ കാട്ടിൽ കുളം ചെയ്തിട്ടുണ്ട്. അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്, ആന വന്ന് ചവിട്ടിക്ക് നിൽക്കുന്ന നമുക്ക് പുറത്തു വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊന്നും പുറത്തേക്ക് അവർക്ക് അവിടെ ഫുഡ് കിട്ടുന്നുണ്ട്, അപ്പോൾ വരുന്നില്ല, അതിൻ്റെ കാര്യമില്ല. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനയെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എൻ്റെ ഒരു കണ്ണിൽപ്പെട്ടത്, അരിക്കൊമ്പനെ പിടിച്ച് തമിഴ്നാട് കൊണ്ടുവരുമ്പോൾ അവരുടെ മാധ്യമങ്ങൾക്ക് അവർ വലിയ പ്രവേശനത്തിന് അനുമതി പോലും കൊടുത്തില്ല. ജനങ്ങളെ കൊണ്ട് മൊബൈൽ ഫോണിൽ പകർത്താൻ സമ്മതിച്ചില്ല. അതെ. പക്ഷേ ഇവിടെ തണ്ണീർക്കൊമ്പൻ നീണ്ട 15 മണിക്കൂർ മാനന്തവാടി ടൗണിൽ നിന്ന് തകർത്താടുന്നത് കേരളത്തിലെ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒരു ദിവസം ആഘോഷിച്ചു. ഏറ്റവും ഒടുവിൽ അതിനെ കൊന്നും കളഞ്ഞു. ഇനി ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ പുറകെ വെടിവെക്കാൻ നടക്കുന്നവർക്ക് ഉൾപ്പെടെ ഇവരാണ് ആദ്യം മീഡിയാസിനെ അറിയിക്കുന്നത്. ഈ വെടിവെക്കാൻ നടക്കുന്ന ആൾ, ഇപ്പം നമ്മൾ അരിക്കൊമ്പനെ പിടിച്ച അദ്ദേഹം കാണിക്കുന്നത് നമ്മൾ കണ്ടു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ഇവിടെ പോകുന്നു, അവിടെ പോകുന്നു. ഇതിനിടയിൽ ഇവരോടൊപ്പം ടീമിലുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആന ചവിട്ടി മരണപ്പെട്ടു. എത്ര വാർത്ത വന്നു, റെസ്ക്യൂവിനിടയിലാണ് മരണപ്പെട്ടത്, എത്ര വാർത്ത വന്നു, പെട്ടെന്ന് അങ്ങ് ഒതുക്കി തീർത്തു. അപ്പോൾ ഇവർ ആഘോഷിക്കുന്നത് ഇവരൊരു ആഘോഷമാണ്. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി എന്താ പറയുക ആൾക്കാരെ ഒഴിവാക്കുക, അവിടെ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക, ആ സമയത്ത് പോലീസ് അലർട്ടാവുക. പോലീസ് ഒരിക്കലും ആനയെ വരട്ടാൻ നടക്കരുത്. ആനയെ വരട്ടാൻ പോലീസ് പോകുമ്പോൾ പോലീസിൻ്റെ പിറകെ ജനങ്ങളും പോവുകയാണ്. മനസ്സിലായി. അപ്പോൾ ആന ഒന്ന് തിരിഞ്ഞു കൊണ്ടുമ്പോൾ ഈ ജനങ്ങൾക്ക് അപകടം ഉണ്ടായാൽ അപ്പോഴും ആനയ്ക്കാണ് പരാതി.
അല്ല, ഇന്നലെ ചില തമാശ രൂപേണ ചിലർ കമൻസ് പറയുന്നത് കേട്ടു. ഒരുപക്ഷെ അങ്ങ് അതുമായി യോജിക്കില്ല. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ നടക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നലെയും മിനിങ്ങാന്നും. അതേ സാഹചര്യത്തിലാണ് 15 മണിക്കൂർ ഒരു കാട്ടാന നാട്ടിലിറങ്ങി വിഹരിക്കുന്ന വാർത്തകൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി മനുഷ്യനെക്കാളും നിരുപദ്രവകാരിയാണ് ആന. അപ്പൊ എല്ലാവർക്കും അതൊരു കൗതുകം, എല്ലാവരും അതിന്റെ പിറകെ ചില വിവാദങ്ങൾ ഒതുക്കാൻ ആനയെ അവരെ ഉപയോഗിക്കാൻ ആന അത് വെച്ചാൽ ഇന്നത്തെ വാർത്തകളില്ലെന്നാ ഞാൻ നിൽക്കാം, ഈ വൃത്തികെട്ട വാർത്തകൾ പോകണ്ട, എൻ്റെ വാർത്ത പോട്ടെ എന്ന് പറഞ്ഞാൽ ആനപ്പുറത്തേക്ക്. പക്ഷേ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ലതിന് വേണ്ടി ഇറങ്ങി വന്ന ആനയെ അതിമൃഗീയമായി എന്താ പറയുക, ആനയെ വെടിവെച്ച് കൊന്നു എന്ന് പറയാം. ആനയെ മയക്ക് വെടിച്ചെന്നല്ല പറയേണ്ടത്, നമ്മൾ ഓവർ ഡോസാണ് കൊടുക്കുന്നത് സാർ. ഞാൻ ഒരു കാര്യം ഇപ്പോഴും സാറിന് പറയാം, ഒരു ആനയെ മയക്ക് വെടി വെക്കുന്നതിന് മുന്നേ അതിൻ്റെ അത് ആരോഗ്യവാനാണോ, അത് സഞ്ചരിക്കുന്ന പാത എങ്ങനെയാണ്, അത് വെള്ളം കുടിക്കുന്നുണ്ടോ, അത് ആഹാരം കഴിച്ചിട്ടുണ്ടോ, അതിൻ്റെ ബോഡിയുടെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം മയക്ക് വെടി വയ്ക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കാണുന്ന ആനയോ നാട്ടിലിറങ്ങിയോ ഒറ്റവടി പോട്ടെ, ഒറ്റവടി. ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് 15 മണിക്കൂർ വെള്ളം കുടിക്കാതെ വന്നതോടെ ആനയ്ക്ക് നിർജലീകരണമുണ്ടായി, തുടർന്ന് ഇലക്ട്രോലൈറ്റ് ശരീരത്തിൽ കുറഞ്ഞു, അതിനെ തുടർന്ന് മയക്കുവെടി വെച്ചപ്പോൾ ഹൃദയാഘാതം. അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ എന്തിനാണ് മയക്കുവെടി വെച്ചെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആന ഇറങ്ങുമ്പോൾ അവർ ആനയെ കൊണ്ട് ചേർത്തല്ലേ കാട്ടിലേക്ക് വിടുന്നത് ആനകളെ. അല്ല, മയക്കുവെടി വെച്ചാലും ഇല്ലെങ്കിലും ഇലക്ട്രോലൈറ്റ് കുറഞ്ഞ സാഹചര്യത്തിൽ ആന ചെരിഞ്ഞേനെ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കുറയാൻ കാരണം? വെള്ളം കുടിക്കാത്തതാണ്. വെള്ളം അപ്പോൾ ഈ 15 മണിക്കൂർ ആനയെ സിറ്റിയിലിട്ട് ഓട്ടിച്ചതാരാ? ജനങ്ങളല്ലേ? പോലീസാണ് ഒന്നാമത് തന്നെ. പോലീസുണ്ട്, എല്ലാവരും ഉണ്ട്. കുറേ നേരം ശ്രമിച്ചു. അപ്പോൾ ഇവർക്ക് കാട്ടിലേക്ക് പോകാനുള്ള പേടിക്കുമ്പോൾ ഇവർക്ക് തിരിച്ച് വന്ന വഴി പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അവിടെ കിടന്ന് കറങ്ങും, ആ ഒരു ലൊക്കേഷനിൽ കിടന്ന് കറങ്ങി. ആനയുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയാണ്? അതിബുദ്ധിയുള്ളൊരു സാധനമാണ്. അവനെ ഒരിക്കലും നമ്മൾ എന്താ പറയുക അറിഞ്ഞും കൊണ്ട് അവൻ ഒരാളെയും കൊല്ലാൻ പോകും, നമ്മൾ ചെന്ന് പെട്ടുപോകുന്നതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കർണാടകത്തിലൊരു മരണം നടന്നു. റബ്ബർ പാല് കൊണ്ട് കുട്ടി ആനയുടെ ചവിട്ടിയിട്ട് മരണപ്പെട്ടു. അപ്പോൾ അവിടെ എൻ്റെ സുഹൃത്തുക്കൾ അപ്പം ചോദിച്ചപ്പോൾ കുട്ടി 2 ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടാണ് പാലും കൊണ്ടുപോയത്. ആന ഒന്നും അറിഞ്ഞില്ല. കുട്ടി 2 ഹെഡ്സെറ്റ് വെച്ച് കുട്ടി പാട്ടും കേട്ട് റോഡിൽ കൊണ്ട് നടന്നു. ആന സൈഡിൽ മറിഞ്ഞു നിൽക്കുകയായിരുന്നു. അത് പേടിച്ചു, അത് വന്ന് പെട്ടെന്ന് തട്ടി. അപ്പോൾ അദ്ദേഹത്തിനെ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച വലിയ നിലവിളി കേട്ട് ചെന്ന ഒരാൾ കൂടെ ഉണ്ട്. അദ്ദേഹം വന്ന് പെട്ടുപോയി, 2 പേരും മരണപ്പെട്ടു. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പോൾ പാമ്പ് കടിയായിരുന്നാലും ആനയുടെ അപകടമായിരുന്നാലും കടുവയുടെ ആയിരുന്നാലും എല്ലാ വാർത്തകളും ഞാൻ പരമാവധി അവിടെ എൻ്റെ സുഹൃത്തുക്കളുടെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പക്ഷേ അവിടെ മരിച്ചത് മനുഷ്യനാണ്. അങ്ങ് പറഞ്ഞു വരുന്നത് ഒരു വാഹനാപകടം പോലെ ഇത്തരം അപകടങ്ങളും കാണാവൂ എന്ന തരത്തിലാണ്. അല്ല, പുള്ളി ആ ഹെഡ്സെറ്റ് ഉപയോഗിക്കാതെ ശ്രദ്ധിച്ച് പോയിരുന്നെങ്കിൽ അവിടെ ആന ഉണ്ടെന്ന് കുട്ടിക്ക് അറിയാം. അദ്ദേഹം അപ്പോൾ ഒരു ആന ചില്ല ഓടിക്കുന്നതോ ഒന്നും കുട്ടിക്ക് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ 2 ഹെഡ്സെറ്റ് വെച്ച്. അപ്പോൾ ആന ചില്ല ഓടിക്കാൻ അവിടെ. അപ്പോൾ ഞാനൊക്കെ ഗവിയിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കാട്ടി പോയിരുന്നു. ഈ കഴിഞ്ഞ 4 ഒരു ജനുവരിയിൽ ഞാൻ 5 പ്രാവശ്യം ഗവി റൂട്ടിൽ പോയിട്ട് വന്നു. കാട്ടാനയുടെ അടുത്ത് ഞങ്ങൾ വീഡിയോ സാറ് കണ്ടു. ഞാനൊക്കെ അടുത്ത് 30 നമ്മുടെ ശബരിമല സീസൺ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ 10 അടി 15 അടി അടുത്ത് നമ്മൾ ആനയെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേരെ വരില്ല, ഒരിക്കലും നമ്മളതിനെ പ്രകോപിക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് പലരും ചെയ്യുന്നത് വെച്ചാൽ ആനയെ വീഡിയോ എന്താ പറയുക, മൊബൈലിൽ വീഡിയോ പകർത്താൻ വേണ്ടി ആനയെ അങ്ങോട്ട് വിരട്ടുന്നു, പേടിപ്പിക്കുന്നു. അല്ല, വീഡിയോ ഒരു സ്റ്റൈലാക്കാൻ ചിലപ്പോൾ ആനയെ ഒന്ന് ചിഹ്നം വിളിക്കണം. അതുകൊണ്ടാണ് സാറേ ഇത് 90% അപകടം. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ഇപ്പം നമുക്ക് കേരളത്തിൽ കുറേ നാളുകളായി നടക്കുന്നൊരു സംഭവമുണ്ട്. നമ്മളെ കാട്ടിനകത്തുള്ള സെറ്റിൽമെൻറ്റുകൾ ഒഴിവാക്കുക. ഇപ്പം നമുക്കത് വിജയമായി കരുതി നമുക്ക് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ കട്ടളപ്പാറ എന്ന സ്ഥലത്ത് അതിനകത്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർക്ക് അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവരെ ഒഴിവാക്കി. പക്ഷേ ഇപ്പോഴും നമ്മുടെ വനത്തിനുള്ളിൽ പഴയ ആദിവാസി സമൂഹം അവരവിടെ താമസിക്കണം. അവർ താമസിച്ചാൽ മാത്രം അവർക്ക് ഭയമില്ല. അവരെത്ര പേര്, ഞാൻ ചോദിക്കട്ടെ സാർ, എത്ര പേര് അവിടെ ആനയെ വെട്ടി മരണപ്പെടുന്നത്? എത്ര പേര് കടുവ എടുക്കുന്നുണ്ട്? അപൂർവമാണ്. ഇവിടെ വെളിയിൽ നിന്ന് കാടാനുള്ള ആൾ ചെന്ന് കയറുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ കട്ടളപ്പാറയിൽ വീടുകളൊക്കെ ഒഴിവാക്കി. സർക്കാർ ഒരു കാർഡിന് 40 ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട്ടിൽ 5 കാർഡുണ്ടെങ്കിൽ 5 കാർഡിന് പൈസ കൊടുത്ത് എല്ലാവരും ഇനിയൊരു പള്ളിയും അവിടെ അനുബന്ധിച്ച് 2-3 വീടുകൾ അതിപ്പോൾ താമസിയാതെ അവർ നഷ്ടപരിഹാരം അവർ ഒഴിവാകും. അപ്പോൾ അങ്ങനെ വനത്തിനകത്ത് ആനകളുടെ കൂടുതൽ എന്താ പറയുക സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക. അപ്പോൾ ആളുകൾക്ക് അപകടം ഉണ്ടാകുന്നില്ല. പിന്നെ കഴിവിൻ്റെ പരമാവധി എനിക്ക് കാണാൻ പറ്റുന്നത് സുഹൃത്ത് വലയങ്ങൾ വെച്ചുകൊണ്ട് കാട്ടിൽ പോകാൻ പറ്റാത്ത സമയങ്ങളിൽ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ആൾക്കാർ എത്തപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കൂടുതലും ആനകളുടെ അപകടം ഉണ്ടാകുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. 3 സംസ്ഥാനങ്ങളിൽ മാതൃകാപരമെന്ന് ഏതെങ്കിലും സംസ്ഥാനത്തെ പറയാൻ കഴിയുമോ? അതോ കേരളത്തെക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് മറ്റ് 2 സംസ്ഥാനങ്ങളിലും വനമേഖല സൂക്ഷിക്കുന്നത്? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് തമിഴ്നാടും കർണാടകയാണ്. കാരണം ഞാൻ ഈ അരിക്കൊമ്പനെ വിട്ട സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നിയത്, അവരൊരു എന്താ പറയുക, അരിക്കൊമ്പനെ വിട്ട ആ എസ്റ്റേറ്റിനകത്തോട്ട് പോകുന്ന വഴിക്കൊരു പാലമുണ്ട്. അവിടെ എല്ലാവരെയും തടഞ്ഞു.
ഒരു മീഡിയാസിനെയും ഒരു സോഷ്യൽ മീഡിയക്കാരെ ആരെയും ഇല്ല, എനിക്ക് മാത്രം പോകാൻ പറ്റും. അത് ഞാൻ അവിടുത്തെ അല്ലാത്ത ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധപ്പെട്ടാണ് ഞാൻ അകത്തേക്ക് പോകുന്നത്. അത് വലിയ തമാശയാണല്ലോ. അങ്ങേ കേരളത്തിൻ്റെ വനം വകുപ്പ് അകറ്റി നിർത്തുകയും തമിഴ്നാടിൻ്റെ വനം വകുപ്പ് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ വനം വകുപ്പിൽ 1-2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളൊന്നുമില്ല. കാരണം ഞാൻ അത്രയ്ക്ക് എൻ്റെ ജീവിതം മുഴുവനും എന്താ ഇപ്പോൾ നമ്മൾ കാട്ടിൽ പോയി, ഞാൻ ചോദിട്ടെ കാട്ടിൽ പോയി സർവേ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന്. എല്ലാവരും ഓഫീസിൽ നിന്ന് മോണിറ്ററിൽ കൂടി ആ കടുവ അതിലേ പോയി, കടുവ ഇതിലേ പോയി, എല്ലാം ക്യാമറയല്ലേ. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രീയതയുണ്ട്. എന്ത് ശാസ്ത്രീയമാണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതാണ് ശാസ്ത്രീയത? എനിക്ക് അരുണത്തിന് ചോദിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, ട്രിവാൻഡ്രത്ത് കടിയെ വെടിവെച്ച് വന്നു, കോഴിക്കോട് കഴിഞ്ഞ മൊത്തം കണ്ടി വീണ പുലിയെ വെടിവെച്ച് വന്നു, ഇപ്പോൾ ആനയെ വെടിവെച്ച് വന്നു. ഇനി ഇങ്ങനെ ഈ കൊല്ലുന്നതാണോ ശാസ്ത്രീയത? അല്ല, അതിൽ രാഷ്ട്രീയക്കാരോട് ചില രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതെ, തിരുവനന്തപുരത്ത് ശീതീകരിച്ച മുറിയിലിരുന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നത് പോലെയല്ല അല്ലേ വനമേഖലയിലും വനത്തിൻ്റെ അതിർ ഭാഗങ്ങളിലുമൊക്കെ കഴിയുന്ന സാധാരണ ജനങ്ങൾ, അവർക്ക് ജീവനിൽ ഭയമുണ്ട്, അതുകൊണ്ട് മൃഗങ്ങളെ കൂടുതലായി വളരാൻ അനുവദിക്കരുത് എന്നൊക്കെയാണ് ചില വാദഗതികൾ. അത് യഥാർത്ഥത്തിൽ സാറ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്കിപ്പോൾ ഉൾക്കാടുകളിലുള്ള വലിയ വലിയ എന്താ പറയുക കയ്യേറ്റങ്ങൾ ഒഴിവാക്കുക, ഇതിന് ശാസ്ത്രമായ പരിഹാരം അതേ ഉള്ളൂ. ഈ ഘോരഘോരം പ്രസംഗിക്കുന്നവരാരാണ് എന്ന് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു നോക്കണം. പക്ഷേ അടുത്ത സാറിന് പോലും ഇവിടെ സമാനമായിട്ട് ഇരിക്കാൻ പറ്റുകയില്ല. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഓരോ കാര്യം. കുളത്തൂപ്പുഴ ഉൾവനത്തിൽ ചില തോട്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർ തോട്ടങ്ങളിൽ വലിയ തോതിൽ ഈ പടക്കം പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ വനമേഖലയിലുള്ള വന്യജീവികൾ ഇപ്പോൾ ഇതിൻ്റെ ഭയം കൊണ്ട് വനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. 100% വെടി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് വെടിവെക്കുന്നു, അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഇവിടെ വെടിവെക്കുന്നു, ഇവിടെ നിന്ന് ഇപ്പുറത്ത് ഇപ്പോൾ 4 ചുറ്റും കറങ്ങി വെടിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, അത്ര വലിയ പുണ്യാളന്മാരാണെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ഒരു പോത്തിനെ, ഇടുക്കി ജില്ലയിൽ ഒരു പോത്തിനെ ഒരാൾ വെടിവെച്ച് കൊന്നു, ഒരു ടീം വെടിവെച്ച് കൊന്നു. അതിൻ്റെ മാംസം എടുത്തിട്ട് ബാക്കി തല വരെ എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു പറഞ്ഞ് കൃത്യമായിട്ട് അവിടുത്തെ DFOക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അത് ആളുടെ പേര് പറഞ്ഞ അഡ്രസ്സ് എല്ലാം ഞാൻ കൊടുത്തപ്പോൾ ആ അന്വേഷണം വരാത്ത കാര്യം എന്താണ്? അറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിൽ നല്ല ടൈപ്പായിരുന്നിരിക്കും, അത് കിട്ടുന്നത് വാങ്ങിക്കാണും. അത് കഴിഞ്ഞ് മറ്റൊരു പെരുമ്പാമ്പിനെ പിടിച്ചിട്ട് തൊലിയൊക്കെ പൊരിച്ച് കഷ്ണങ്ങളാക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന വീഡിയോസും ആ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഉൾപ്പെടെ ഞാൻ അയച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു 4 മാസമേ ആയിട്ടുള്ളൂ, ഒരു അന്വേഷണം വന്നിട്ടില്ല. ഇവിടെ കേരളത്തിൽ കണ്ണുടച്ച് ചിലർ സപ്പോർട്ട് ചെയ്യുന്നു, ചിലർ മാത്രം പ്രതികരിക്കുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇലക്ട്രിക് വേലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. സാറിന് മനസ്സിലാക്കണം, ഇലക്ട്രിക് വേലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. പല സമയത്തും അതിൽ കറണ്ടില്ല. പിന്നെ ആനകൾ പുറത്തേക്ക് വരാൻ കിടങ്ങുകൾ നമ്മൾ എത്ര രൂപയായിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു ആനയെ പിടിച്ച് ഇപ്പോൾ ഈ ആനയെ കൊന്നു, ഇതിന് നമ്മൾ സംസ്കരിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാവുന്നതാണ് സാറിൻ്റെ കണക്കൂട്ടൽ? അതുപോലെ ഇതുപോലെ 10 പ്രാവശ്യം ചെയ്യുന്നത് ഒരു പ്രാവശ്യം ആ ഏരിയ മുഴുവനും കിടങ്ങെടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ആനയും ക്രോസ് ചെയ്യാൻ പോകുന്നില്ല. വെറും ആന വരാതെ ക്രോസ് ചെയ്യാൻ കിടങ്ങൾ സ്ഥാപിച്ചാൽ മാത്രം പോരെ. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് പോകുന്ന സ്ഥലത്തേക്ക് നോക്കും, എത്ര ആനകളുള്ള അവിടെ. ആ വനമൊക്കെ എന്ത് കളക്റ്റാണ് ഇവിടുത്തെ കേരളത്തിലെ വനങ്ങൾ സാർ സഞ്ചരിച്ച് നോക്കി, എന്ത് വേസ്റ്റാണ് സാറേ, വേസ്റ്റുകളുടെ കൂമ്പാരം. അപ്പോൾ ഇതൊക്കെ തിന്നുമ്പോൾ ഈ വേസ്റ്റിൽ നിന്ന് ആനയുടെ അവസ്ഥ എന്താണ്? ഈ വേസ്റ്റിൽ നിന്ന് ആനയുടെ അവസ്ഥ ഇപ്പോൾ ഈ ആന മരണപ്പെട്ടു, ഇതിൻ്റെ വയറിന് ഇനിയിപ്പോൾ ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് അതിന് എന്താ പറയുക ബോഡി വീക്കായിരുന്നു, ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു. അല്ല, ഞാൻ സാറിന് പൊന്തമ്പുഴ വനത്തിലൂടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാർ ഓടിച്ചു. ആ വനത്തിലേക്ക് കടക്കുന്ന നമുക്ക് ആ ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല. വേസ്റ്റ് മുഴുവൻ കൊണ്ട് അവിടെ ഇടത് സൈഡിൽ കുഴിക്കാത്ത സാർ കണ്ടോ, ഇപ്പോൾ റോഡിലും വെച്ച് തുടങ്ങി. ഇതാണ് നമ്മുടെ കേരളത്തിൽ. അത് ഒന്നും വേണ്ട സാർ, കോന്നിയിൽ നിന്ന് തണ്ണി തുടങ്ങി പോകുന്ന ഒരു ശ്രദ്ധിക്കും, വനത്തിനകത്ത് 2 സൈഡിലും വേസ്റ്റ് 2 സൈഡിലും. പക്ഷേ വനം വകുപ്പിലെ ജീവനക്കാരും അവർക്കും പേടിയാണ്. കാരണം നമുക്കറിയാം അവിടെ ഒരു ആളിനെ മറ്റേ ക്യാമറയിൽ അദ്ദേഹം എന്തോ വേസ്റ്റ് വയ്ക്കുന്നതിൻ്റെ ക്യാമറയിൽ കിട്ടി അദ്ദേഹത്തിന് ചോദ്യം ചെയ്തതിനിടയിൽ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു. അദ്ദേഹം സ്വയം കണ്ടിച്ചാടി മരണപ്പെട്ടതാണ്. എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളാണ് ആ കേസിലെ പ്രതിയായത്. അപ്പോൾ അവർക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതിയാവുമോ, ഞങ്ങൾ അവരും മനുഷ്യന്മാരല്ല, അപ്പോൾ അവരും പേടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട കേസുകളിൽ നിന്ന് അവർ പറ്റുമെങ്കിൽ കണ്ണടയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ വേസ്റ്റ് തിന്നുന്നതും അതിന് അസുഖം വരുമ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഉപ്പ് തിന്നാനും മറ്റ് വേസ്റ്റ് ശേഖരിക്കാനൊക്കെ വേസ്റ്റ് കഴിക്കാനൊക്കെ പുറത്തേക്ക്. കേരളത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ വന്യജീവികളെക്കുറിച്ച് ശരിയായ ഒരു അവബോധം ജനങ്ങൾക്കുണ്ടാകണം. അത് ഇന്ന് വരെ കേരളത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. സാറ് പറഞ്ഞു തന്ന വന്യജീവികളെ പഠിക്കാൻ ഒരു അവബോധം ക്ലാസ്സുകൾ ഞങ്ങളുടെ ഈ നാച്ചുറൽ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ തീരുമാനിച്ച് തുടങ്ങിയിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ്. എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു കാട്ടാന എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ ഭയപ്പെട്ടു പോകും. കാരണം അങ്ങനെ ഒരു നെറേറ്റീവാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മൊത്തം അങ്ങനെ ആന വന്നാൽ ചവിട്ടി കൊല്ലും എന്നുള്ളൊരു പേടി ഉള്ളിൽ കിടക്കുക ജനങ്ങളുടെ. ഞാൻ ചോദിക്കട്ടെ സാർ, എത്ര വീഡിയോസ് ആണ് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ഒന്നും വേണ്ട, അരിക്കൊമ്പൻ നമ്മുടെ തമിഴ്നാട് ബോർഡിൽ കൂടെ ഓടിപ്പോകുന്ന സമയത്ത് ഒരമ്മ തൊഴുതുകൊണ്ടിരിക്കുന്നു, അരിക്കൊമ്പൻ ഇങ്ങനെ നോക്കിയിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു വീഡിയോ നമ്മൾ ദയനീയമായി നമ്മൾ കണ്ടു. ആ ആനയാണ് കേരളത്തിൽ 14 വരെ കൊന്നത്. എവിടെയാണ് കൊന്നത്, ആരെയൊക്കെയാണ് കൊന്നത്, അവരുടെ പേര്, അഡ്രസ്, വിവരങ്ങൾ തരാൻ പറയൂ.
അത് പറയാം, ഇപ്പോൾ തരാൻ പറയും സാർ, ഈ അരിക്കൊമ്പൻ ആരെയാണ് കൊന്നതെന്നുള്ളൊരു അഡ്രസ് ഡീറ്റെയിൽസ് തരാൻ പറയും. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അവിടുത്തെ ആദിവാസികൾ പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. അവിടുത്തെ ആദിവാസികൾ പറയും, അവിടെ പണ്ട് തൊട്ടേ താമസിക്കുന്ന ആൾക്കാർ പറയുന്നതാണ്. അവൻ നമ്മളെ അവരെ ഷെഡിലൊക്കെ വന്നിങ്ങനെ ഷെഡിൽ തട്ടാതെ പോകുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഒതുങ്ങി സഞ്ചരിക്കുന്ന ഒരു ആനയാണ്. പിന്നെ ആളുകൾ എന്ത് ചെയ്യുന്നൊക്കെ അവർ എസ്റ്റേറ്റ് ചെല്ലുമ്പോൾ അവർ ഉടനെ പടക്കം വയ്ക്കുന്നു. അപ്പോൾ പേടിച്ച് അങ്ങോട്ടെങ്കിലും പോകണം. അപ്പോൾ ചിലപ്പോൾ കാപ്പിയോ ഏലമോ തോട്ടമൊക്കെ ചവിട്ടി അങ്ങ് പോകും. ഇതാണ് അവിടുത്തെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കൃത്യമായിട്ട് പഠനമില്ല. ഇതിനെ പഠിക്കാനായി പുറത്തുനിന്നുള്ള നല്ല എന്താ പറയുക രജിസ്ട്രേഷൻ ചെയ്ത നല്ലൊരു സംഘാടകരെ ഇത് ഏൽപ്പിക്കുക. അവർ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും ചേർന്ന ഒരു നല്ല എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം അല്ലേ? അങ്ങനെ വന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ചുമ്മാ ഇല്ലാണ്ട് മൃഗങ്ങളെ കൊന്നൊടുക്കാൻ കഴിയില്ല. അതെങ്ങിപ്പോൾ നമ്മൾ വിദേശത്ത് എന്ന് പറഞ്ഞാൽ വിദേശത്ത് ഒരു 6 മാസം എന്താ പറയുക യൂസിലേക്ക് 6 മാസം മൃഗങ്ങളെ കൊല്ലാം, പന്നിയൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കുക കൊല്ലാം. കേരളത്തിൽ കൊല്ലാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവുകയില്ല. കൊല്ലാം പന്നിയെ കൊന്നു 6 മാസം കൊന്നു. 6 മാസം കൊണ്ട് അതിൻ്റെ മുൾമുന ഇല്ലാതെ എല്ലാത്തിനെയും കൊല്ലും. സാറേ ഞാൻ ചോദിക്കട്ടെ, 2006 തോന്നുന്നു RRT റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കുന്നു. റാന്നിയിലാണ്, കോന്നിയിലുണ്ട്. അപ്പോൾ ഞാൻ അന്നത്തെ ഓഫീസർമാർ അശോക് സാർ, ഗോപി സാർ, അന്നത്തെ DF ജയനത്തൻ സാറിനോടൊക്കെ ഞാൻ സാറേ നമുക്ക് ഇപ്പോൾ നാട്ടിലധികം പന്നി ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അത് ഞാൻ അന്നത്തെ വനംവകുപ്പ് മന്ത്രി എന്ന ഗണേശ് സാറിനോടും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ നാട്ടിലിറങ്ങുന്ന ആൺപന്നികളെ നമ്മൾ മയക്കുവെടി വെച്ച് എങ്ങനെയാണ് പിടിച്ചിട്ട് അതിനെ വന്ധ്യംകരിച്ച് കാട്ടിലേക്ക് വിടുക, കടുവയുള്ള സ്ഥലത്ത് വിടുക, അല്ലെങ്കിൽ പുലിയുള്ള സ്ഥലത്ത് വിടുക. അപ്പോൾ നമുക്ക് ഇത്രയും പ്രജനനം നാട്ടിലുണ്ടാവുകയില്ല. അന്നത് 2006 ചെയ്തത് ഈ 2023 4, 10, 14, 3, 17 വർഷമാവുന്നു. ഇപ്പോൾ 24 തുടങ്ങിയിട്ടുള്ളൂ. ഈ 17 വർഷം കൊണ്ട് ഇതിൻ്റെ പ്രജനനം നമുക്ക് കുറയ്ക്കാമായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് കൂടി. ഇപ്പോൾ ഇത് വെടിവെക്കാൻ ഇപ്പോൾ എല്ലാവരും ഞങ്ങളെ വെടിവെക്കാനെങ്കിൽ തരൂ, പെർമിഷൻ തരും, ഞങ്ങൾ കൊല്ലാൻ തുടങ്ങി അവർ ഒന്നും ഇല്ലാതെ കൊല്ലും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അത് ദയനീയമായിട്ട് എനിക്ക് തോന്നിയത് കോഴിക്കോടോ പാലക്കാടാണെന്ന് തോന്നുന്നു. 60 പന്നികളെ ഇങ്ങനെ കൊന്ന് നിരത്തി, വലിയ പന്നിയെ കുഞ്ഞു പന്നിയെ കൊല്ലാൻ പാടില്ല എന്നൊരു നിയമം കൂടിയുണ്ട്. പക്ഷേ അന്ന് 60 പന്നിയെ കൊന്ന് ഇങ്ങനെ നിർത്തി കിടത്തിട്ട് ഒരു ചെറുപ്പക്കാരൻ കൗണ്ട് ചെയ്യുന്നു, 1, 2, 3, 4 എന്നിങ്ങനെ 60 കൗണ്ട് ചെയ്യുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കൊല്ലാൻ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാരാണ് മുഴുവനും വിഷം വെച്ച് പോലും. കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഈ ചൂണ്ടയിടുന്ന ആൾക്കാർ ഒരു കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ചൂണ്ടയിൽ ചെറിയ മത്സ്യങ്ങൾ കുരുങ്ങിയാൽ നിയമമുണ്ട്, ചെറിയ മത്സ്യങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പം രക്ഷിക്കുന്നു. അതിനെ നേരെ ലേക്കിലേക്ക് തന്നെ അവർ തിരിച്ചുവിടും. ഇവിടെയാണെങ്കിലോ ഒരു കാരണവശാലും അവർ ചെറിയ മത്സ്യങ്ങളെ എടുക്കല്ല. ഇത്ര സൈസിൽ കൂടുതലുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം. ഇവിടെ നിയമമൊന്നും പ്രശ്നമില്ല. ഞാൻ ഈ ചൂണ്ടയെടുത്ത് നോക്കി നിന്നിട്ടുണ്ട്. എല്ലാവരും ഈ ചെറിയ മത്സ്യങ്ങൾ കിട്ടുമ്പോൾ നേരെ ലേക്കിലേക്ക് തിരികെ ഇടുന്ന കാണുന്നത്. ഇവിടെയോ ചെറിയ മത്സ്യങ്ങളെ വലിച്ചെറിയും. ഒരിക്കലും കാട്ടിലേക്ക് വെള്ളത്തിലേക്ക് ധ്യാനം പിടിച്ച് തല ചെറിയ മത്സ്യങ്ങളെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റാത്തതിന് ചെറുതാണെങ്കിലും ഇവിടെ നിയമം വന്നിട്ട് കാര്യമില്ല. അതിനെ ഓടിച്ചങ്ങ് ദൂരെ കളഞ്ഞിട്ട് പോകും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അതിന് മാറ്റമില്ല എങ്കിൽ ഇതൊന്നും ഒരിക്കലും നമുക്ക് സമാനമായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. പിന്നെ കാട്ടിൽ ആന ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ആന പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശാശ്വതമായ പരിഹാരങ്ങൾ കാണും. അങ്ങയുടെ ജീവിത ലക്ഷ്യം തന്നെ ആദ്യം പാമ്പുകളെ ജനങ്ങൾക്ക് പരിചിതനാക്കുക, പാമ്പുകളെ ഒരു സുഹൃത്താക്കി മാറ്റുക എന്നതാണ്. ഇപ്പോൾ ഇതാ ആനയും കരടിയും ഒക്കെ ഉൾപ്പെടുന്ന വന്യജീവി സമൂഹത്തെ ഇതൊരു പ്രസ്ഥാനമാക്കി കൂടുതൽ ആളുകളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി ഇതൊരു വലിയ സംഭവമാക്കി, വലിയ സംരംഭമായിട്ടാണ് ഞങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പിന്തുണയുണ്ടോ? സർക്കാരിൻ്റെ ഞങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ഈ 9-ാം തീയതി, ഈ ഫെബ്രുവരി 9 ഞങ്ങൾ ആദ്യമായിട്ടാണിത് ഒരു മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നത്. ഈ വരുന്ന 9-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങളൊരു സമര പരിപാടി തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇതിനെതിരെ വന്യമൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ചും അതിനെ ജീവൻ നമ്മൾ അപഹരിക്കുന്നതിനെക്കുറിച്ചും ആ വന്യമൃഗങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്നതിനെക്കുറിച്ച് ഒരു പഠനവും അതിനെക്കുറിച്ചുള്ളൊരു പ്രതിഷേധ പരിപാടി. ഇപ്പോൾ എവിടെയെങ്കിലും പാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പിടികൂടി വനത്തിൽ കൊണ്ടുപോയി വിടുന്ന ഒരു വോളണ്ടറി സർവീസ് അങ്ങ് ചെയ്യുന്നുണ്ട്. അതിന് സമാനമായി ഒരു ആന പുലി നാട്ടിലിറങ്ങിയാൽ നിങ്ങളുടെ ടീം അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇനി നടത്തുമോ? അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ഇപ്പം ഞങ്ങൾ നാച്ചുറൽ ഫോറസ്റ്റ്, അതിന് വലിയ സംവിധാനങ്ങൾ വേണ്ട. സംവിധാനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളെല്ലാം അതിനുണ്ട് സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് ഇതിലെല്ലാം ഇരിക്കുന്ന ഇതിൽ നമ്മുടെ മെമ്പർമാരെല്ലാം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയവർ, അതുപോലെ ലോ അറിയാമെന്നുള്ളവർ, ജഡ്ജ് എന്താ പറയുക പെൻഷനായിട്ട് ജഡ്ജിമാർ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. വന്യജീവികളെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടോ അവിടെ? സമൂഹം കപട സമൂഹമാണ് കൂടുതലും കണ്ടു. ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പം നമുക്ക് അരിക്കൊമ്പിന് വേണ്ടി ചില വ്യാജ പ്രേമികളൊക്കെ പിരിവ് നടത്തിയ കഥ ഒരുപാട് ലക്ഷങ്ങൾ പിരിച്ചു. ഇപ്പം ഞാൻ ഇതിൻ്റെ സമരസമിതിയിൽ സമരത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ ഇടുക്കിയിലും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ പരിപാടിക്ക് വന്ന് എൻ്റെ കയ്യിലെ കാശ് അരിക്കൊമ്പൻ സഹായ നിധി എന്നൊക്കെ പറഞ്ഞന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ അത് 1-2 പേരാണ്. അവരൊന്നും ഇപ്പോൾ ഇതില്ല. ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെയുള്ള ആൾക്കാർ, ഞങ്ങളുടെ സംഘടനയിൽ ഒരാൾ പോലും ഒരു പൈസ ആരൊന്നും പിരിച്ചിട്ടുള്ള ആൾക്കാരല്ല. ഞങ്ങൾ അങ്ങനെ സ്വന്തം കയ്യിലെ പൈസ വെച്ച് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി വരുന്ന
തലമുറയിൽ ഇത് ഞങ്ങൾ പുതിയ തലമുറ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു വലിയ സംരംഭമായി. ഇത് ഒരിക്കലും ഇനി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് ജീവൻ ഭീഷണി ഉണ്ടാവരുത്, ജനങ്ങളാൽ വന്യമൃഗങ്ങൾക്കും ഒരു ഭീഷണി ഉണ്ടാവരുന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്ര ശക്തമായി ഒരു സേവനം ചെയ്ത വ്യക്തി വേറെ ഉണ്ടാവില്ല. കാരണം ഈ വന്യജീവികളെ സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അതിനെ ഒരു ജനകീയമാക്കുകയും ചെയ്ത് അങ്ങ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പത്മശ്രീ ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളും നമ്മൾ കണ്ടു. വാസ്തവത്തിൽ എപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിരാശ തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ഒരു പത്മശ്രീ അർഹതപ്പെട്ടതല്ല? ഉണ്ടായിരുന്നു. 2022 തോന്നുന്നു ഞാൻ പാമ്പ് കടിച്ച് കിടന്ന സമയത്ത്, 2022 പാമ്പ് കടിച്ച് കിടക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിച്ചു, വനപാലക സുരേഷ് പത്മശ്രീ പ്രഖ്യാപിച്ചിരുന്നു. കൗമുദിയുടെ ഓഫീസിൽ അവർ ഡൽഹിയിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അവസരം പത്മശ്രീ ഉണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ടെന്ന്. അങ്ങനെ രാത്രി 9:55 വരെ, അല്ല 8:55 വരെ, 9 മണിക്ക് സമാപനമാണ്, 8:55 വരെ മോണിറ്ററിൽ വാവാ സുരേഷിന് പത്മശ്രീ എന്ന പേരുണ്ടായിരുന്നു. പക്ഷേ 8:55 ആയപ്പോൾ ആ പേര് എങ്ങനെയോ മാഞ്ഞു പോയെന്നുള്ള ഡിജിറ്റലില്ല, അപ്പോൾ മറ്റേ മാഞ്ഞു പോയതായിരിക്കാം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഒരു അധികാരം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്നെ കാണുന്ന സാധാരണക്കാർ കാണുന്ന, എന്നെ കണ്ട് കൈ കാണിക്കുന്ന, സന്തോഷത്തോടെ ചിരിക്കുന്ന ആ മുഖം മാത്രം എനിക്ക്. പക്ഷേ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന എത്രയോ നിസ്സാരന്മാർക്ക് പത്മശ്രീയും പത്മവിഭൂഷണും ഒക്കെ നൽകി ഈ രാജ്യം ആദരിക്കുന്നു. കിട്ടട്ടെ സർ, കിട്ടട്ടെ. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ നടക്കാത്തതിലുള്ള ഒരു പ്രശ്നമല്ലേ? അതിനൊരു പ്രശ്നമുണ്ട് സാർ. ഇപ്പം ഞാനിപ്പോൾ എല്ലാവരും ഒരുപോലെ കാണുന്നു. ആര് കണ്ടാലും ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം എല്ലാവരും ഒരുപോലെ. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് വേദന ഉണ്ടാവും, കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ആര് തെറ്റ് കണ്ടാലും അത് മുഖം നോക്കാതെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ സാർ ശ്രദ്ധിച്ചാൽ മതി, ആരെങ്കിലും ഒരിക്കലും ഒരു തെറ്റ് ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്, അതിൻ്റെ അടിയിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ കമൻസ് ഉണ്ടാകും. ആ കമൻസ് കൃത്യമായിട്ട് മറുപടി ഞാൻ അതിലിട്ടിരിക്കും. അതുപോലെയാണ് പല പൊതുപ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവൻ പണയം വെച്ചുള്ളൊരു കളിയാണിത്. അപ്പോൾ ഒട്ടേറെ പരിഹാസങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ട്. കാരണം ടെക്നോളജി അറിയില്ല, ശാസ്ത്രീയത അറിയില്ല, പ്രാകൃതമാണ്, ഇത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിമർശകരോട് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് പലപ്പോഴും മറുപടി കൊടുക്കുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഇപ്പോൾ ചിരി വരുന്നു. കാരണം ഇപ്പോൾ കേരളത്തിൽ 15 പേർക്ക് പാമ്പ് കടി കിട്ടി ഈ ശാസ്ത്രീയമായിട്ട് പിടിച്ചതിന് ശേഷം. ഞാൻ വന്ന സമയത്ത് ആർക്കും, എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ പാമ്പ് കടി കുറഞ്ഞു. ആര് പറഞ്ഞു സാറിൻ്റെ അടുത്ത്? ഇല്ലേ? ഈ 2023 2024 ജനുവരിയിൽ 3 പേരാണ് പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത് ഒറ്റ മാസത്തിൽ. അറിയപ്പെടുന്ന വാർത്ത വരെ എത്ര പേര് മരണപ്പെടുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് പേട്ടയിൽ സാർ പറഞ്ഞില്ലേ, പേട്ടയിൽ സൈക്കിൾ ചവിട്ടിപ്പോയി ആൾ സൈക്കിളിൻ്റെ ഇടയിൽ അണലി കുരുങ്ങിയിട്ട് അതിനെ കടിച്ചു, അദ്ദേഹം സ്പോട്ടിൽ മരണപ്പെട്ടു. അതാണ്ട് മലപ്പുറത്ത് വലയിൽ കുരുങ്ങി കിടന്ന് അണലി കടിച്ചിട്ട് സ്പോട്ടിൽ മരണപ്പെട്ടു. കോഴിക്കോട് മരണപ്പെട്ടു. വാർത്തകൾ വരുന്നില്ല. സാധാരണ അറിയപ്പെടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആൾക്കാരോ അതിനെ അറിയപ്പെടുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ വാർത്ത വരുന്നുള്ളൂ. അല്ലാത്ത വിധത്തിൽ വാർത്ത ഈ മേഖല കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 100%. കാരണം പറമ്പുകളിൽ കാട് കൂടുന്നു, പറമ്പുകൾ വൃത്തിയാക്കാൻ ആളുകളില്ല, താമസക്കാരില്ല. അപ്പോൾ പല സ്ഥലത്തും ആൾക്കാർ. നമുക്ക് ഇതിനെല്ലാം നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കാട്ടിലെ എക്കോ മെയിൻ്റെനൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ നിസ്സാരമായിട്ട് പാമ്പുകളൊക്കെ കാട്ടിക്കൊണ്ടുവിടുമ്പോൾ കാട്ടിൽ ജീവിക്കുന്നു എന്താ ഉറപ്പുള്ളത്? ഇപ്പോൾ കടിച്ചാൽ മനുഷ്യൻ്റെ ജീവൻ അപകടമില്ലാത്ത സാധനങ്ങളെ അല്ലാത്ത സ്ഥലങ്ങളിൽ തന്നെ റിലീസ് ചെയ്യും. ഇപ്പോൾ ജീവൻ അപകടപ്പെടുന്നില്ല. ഇപ്പോൾ വിഷമുള്ള പാമ്പുകളെ വിഷമുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞിനെ കിട്ടി, അതിന് ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഏതെങ്കിലും കായലിൻ്റെ തീരത്ത് വിട്ടാലും പ്രശ്നം. ഇതൊന്നും ജീവിക്കില്ല. ഒരു 10,000 കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ 5, 10 അല്ലെങ്കിൽ 100 താഴെ ജീവിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം മരണപ്പെടുന്നു, മറ്റ് ജീവികളുടെ ഭക്ഷണമാവുകയാണ്, അല്ലെങ്കിൽ പരസ്പരം കഴിക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ അനിവാര്യ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ വലിയ തോതിലാണ് ഈ പാമ്പ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് 2 വർഷം, അതായത് നമ്മുടെ കൊറോണ സമയത്ത് ഒത്തിരി കൂടിയിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ കൊറോണ ഇല്ലെങ്കിൽ നമ്മളെല്ലാ സമയത്തും പാമ്പുകളുടെ ഇണച്ചിൽ നവംബർ, ഡിസംബർ, ജനുവരിയാണ്. അപ്പോൾ അന്ന് ഈ ആൾക്കാർ 2 വർഷം പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ ഈ പ്രജനനം നടക്കുന്ന അല്ലെങ്കിൽ ഇണചേരുന്ന സമയത്ത് കുറേ ആൾക്കാർ കണ്ടാൽ അടിച്ചു കൊല്ലും. ചില സ്ഥലത്ത് മാളത്തിൽ സ്ഥിരം പാമ്പിനെ കാണുമ്പോൾ അവർ മാളം വെട്ടിപ്പൊളിച്ച് ഒന്നുകിൽ അതിനെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ആ മുട്ടയൊക്കെ അങ്ങ് നശിപ്പിക്കും. അതൊന്നും ഈ 2 വർഷം നടന്നിട്ടില്ല. അപ്പം പാമ്പുകളുടെ എണ്ണം വളരെ കൂടിയിട്ട്, അത് നിങ്ങളെപ്പോലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കടികൾ കുറഞ്ഞു വന്നു. നിങ്ങളെപ്പോലെ, അതായത് മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ വന്നതുകൊണ്ട് പാമ്പിൻ്റെ കടി കുറഞ്ഞു വന്നത് ശുദ്ധമായ മട്ടത്തിൽ. ഈ ട്രെയിനിങ് നേടിയ 15 പേർക്ക് പാമ്പ് കടി കിട്ടി. രാജവെമ്പാല കടിച്ചു. സാർ അറിഞ്ഞോ? രാജവെമ്പാല വനം വകുപ്പിൻ്റെ ട്രെയിനിങ് നേടി വനം വകുപ്പിൻ്റെ താൽക്കാലിക ജീവനക്കാരനായിരിക്കുന്ന കൊല്ലം ജില്ലയിൽ അഞ്ചൽ റേഞ്ചിൽ താൽക്കാലിക ജീവനക്കാരനായിരിക്കുന്ന ഹേമന്തിന് രാജവെമ്പാലിൻ്റെ കടിയേറ്റു. അങ്ങ് പറഞ്ഞു വരുന്നത് ആനയെക്കാളൊക്കെ അപകടം ഇവിടെ ഉണ്ട്. പക്ഷേ ആനയ്ക്കെതിരെ ഇത്ര വലിയ നീക്കത്തിനൊന്നും ഒരു ആവശ്യമില്ല. അതിന് നമ്മൾ കിടങ്ങെടുത്ത് പരിഹാരം കാണുക. ഇപ്പോൾ കഴിഞ്ഞില്ല എങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ പുറത്തുണ്ട്. നല്ല ആത്മാർത്ഥയോടെ വനത്തിനെയും വനത്തിൻ്റെ അതിർത്തികളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് ഒരു അപകടവും കൂടാതെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. ഇത് അവബോധം, നല്ല അവയർനെസ്. കാട്ടാനയെ നമുക്ക് സ്നേഹം കൊടുത്ത് വരുതിയിലാക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ സാർ, ഈ കഴിഞ്ഞ കുറച്ച് കാലം കൂടി നമ്മുടെ കാട്ടിനകത്ത് പോകുന്ന പല ആൾക്കാരും
കാടിനകത്ത് കിടങ്ങിനകത്ത് താമസിക്കുന്ന പല ആൾക്കാരും ആ കിടങ്ങിന് ഇപ്പുറത്ത് ആന വന്ന് നിൽക്കുമ്പോൾ അകത്ത് നിൽക്കുന്ന പ്ലാവിൽ നിന്ന് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളിയിൽ ഒരു വാച്ചറുണ്ടായിരുന്നു, പ്രായമുള്ള അദ്ദേഹം 90% കാട്ടിനകത്താണ്. അവിടെ നിൽക്കുമ്പോൾ ആനകൾ വന്ന് വെളിയിൽ കാവൽ നിൽക്കും കിടങ്ങിന് ഇപ്പുറം. അപ്പോൾ ഇദ്ദേഹം ഓരോ ചക്ക എടുത്ത് ഓരോ ആനയ്ക്കിട്ട് കൊടുക്കും. അത് ആ ചക്ക തീരുന്നവരെ എല്ലാ വർഷവും അതങ്ങനെ സംഭവിച്ചിരുന്നു. ആ ആന അവസാനം ആനയുടെ ചവിട്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ബാത്റൂമിൽ പോകാനായിട്ട് പുറത്ത് ഈ കിടങ്ങിന് അപ്പുറത്ത് നിന്ന് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് നടന്നു പോയ സമയത്ത് ഇദ്ദേഹത്തിന് എന്നും കാണുന്ന ആനയില്ല. അപ്പോൾ ആന ആക്രമിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അപ്പം അത് പുറത്തുനിന്ന് വന്ന ഒരു ആനയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇദ്ദേഹം അതിൻ്റെ അടുത്തൂടെ പോയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് കൊമ്പ് കൊണ്ടിട്ട് ഇവിടെ ഒരു 6 വാരിയിൽ പൊട്ടി. പിറ്റേന്ന് 24 മണിക്കൂർ കഴിഞ്ഞ് ഫോറസ്റ്റിൻ്റെ ആൾക്കാർ അവിടെ വരുന്നത് വരെ ഈ ആന ആ ശരീരത്തിൽ തൊട്ടിട്ടില്ല എന്നുള്ള ഒരാന ആ ഒറ്റ അടി മാത്രമേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ കോഴിക്കോട് ഇവിടെ ഒരു കുട്ടി ഒരു SSLC പഠിക്കാൻ +2 പഠിക്കുന്നൊരു മോള് ആ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ ആനയെ കാണാൻ വേണ്ടി എന്നും വരും. അപ്പോൾ ആനയ്ക്ക് കണ്ണിന് കാഴ്ച ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി എന്നുള്ള ആരും അറിഞ്ഞില്ല. അപ്പോൾ മോള് എന്നും വന്ന് ആനയെ തൊട്ട് തലവടി തുമ്പിയിലൊക്കെ തൊട്ടിട്ടാണ് പോകുന്നത്. അന്ന് വന്നത് മോള് ആ മറുവശത്തൂടി വന്നു. അപ്പോൾ ആ സൈഡിൽ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അപ്പോൾ എന്തോ ഒരു അനക്കം കേട്ട് ആന പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞു. അപ്പോൾ കൊമ്പ് കൊണ്ടിട്ട് ആ മോക്ക് അടികിട്ടി മോള് മരണപ്പെട്ടു. എന്നും മോൻ ആനയായിട്ട് പരിചയമുള്ള ഒരാളാണ്. പക്ഷേ ആ സൈഡിൽ ആനയ്ക്ക് പിന്നെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് ആനയ്ക്ക് ആ സൈഡിലെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇപ്പം നമ്മൾ ഒരു വൈറലായ വീഡിയോ ഉണ്ട്, ഒരു ആനയുടെ മുന്നിൽ ചെന്ന് വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ അത് ഓടിക്കുന്നു. അതിൻ്റെ കാലിൻ്റെ അടിയിൽ ഒരാൾ വീഴുന്നുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ആന 4 ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഇറങ്ങി പെട്ടെന്ന് മുട്ടിലെറിഞ്ഞ് പോകുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തേക്കടിയിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റ് ബിജു എന്ന് പറഞ്ഞു. ബിജു എന്നോട് പറയും അവർ തേക്കടി ഫോറസ്റ്റിലൂടെ ഈ റൗണ്ട്സിന് ഏകദേശം 9 കിലോമീറ്റർ അങ്ങ് ഉൾക്കാട്ടിലേക്ക് പോകും. അവർക്കൊരു തേരിയുണ്ട്. അതെ. അപ്പോൾ പതിവായിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 പേരാണ് ഈ റൗണ്ട്സിന് പോകുന്നത്. ആദ്യമൊക്കെ വലിയ ഭയമായിരുന്നു. അപ്പോൾ തോക്ക് കയ്യിൽ പിടിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തോക്ക് പോലും ഇല്ല. ഈ ആന അവിടെയുള്ള ആനകൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഇവർ സുപരിചിതരാണ്. അത് മാറിക്കൊടുക്കുന്നു. അവർ മാറിക്കൊടുക്കുന്നു, വരുന്നു, സൈഡിൽ നിന്ന് നോക്കുന്നു, ചിലർ തുമ്പിക്കൈ വരെ പൊക്കി കാണിക്കുന്നു, ഇവർ പോകുന്നു, തിരിച്ചു വരുന്നു. സാർ, ഇതാണ് വന്യമൃഗങ്ങൾ. കാരണം മനുഷ്യനെക്കാളും ബോധമുള്ള ജീവികൾ. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ജീവി ഇറങ്ങി അതിനെ കൊല്ലണമെന്നുള്ള ചിന്തയോടെയാണ് നമ്മൾ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കതിനെ കൊല്ലാൻ കഴിയുന്നത്. അല്ല അതിനെ രക്ഷിക്കണമെന്നുള്ള ചിന്തയോടെ പോയാൽ ഇതിനൊന്നും നമുക്ക് കൊല്ലണ്ട. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അരിക്കൊമ്പൻ എന്ന ആന തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിലെ വനത്തിനകത്തുള്ള ഹോട്ടലിൻ്റെ പേര് സാറിന് അറിയാമോ? അരിശിക്കൊമ്പൻ ഹോട്ടൽ. അരിശിക്കൊമ്പൻ. അതെ, അവർ സ്നേഹത്തോടെ. അതെ, അരിശിക്കൊമ്പൻ ചമയൽ ആഹാരം, ഊണ്, അരിക്കൊമ്പൻ്റെ പേരിൽ ഊണ്. അരിക്കൊമ്പൻ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം പോയപ്പോൾ ഇവിടെ നമ്മളതിനെ ഭീകരജീവിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അവർ പിന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് അവരുടെ ഒരു വികാരമായി, ഒരു അസറ്റായി മാറിയത്. അവർക്കതൊരു ഇത്രയും നല്ലൊരു തലയെടുപ്പുള്ള ഒരു കാട്ടാന അവർക്കില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ ആന പോലെ അല്ല കർണാടകത്തിലാണെങ്കിൽ കോരി ആന, ഹൈറ്റ് കുറഞ്ഞ ആനയാണ്. തുമ്പിയൊന്നും കാണാൻ ഒരു രസമില്ലാത്ത ആനകളാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ആനകൾക്ക് നല്ല മസ്തകവും നല്ല ലക്ഷണത്തെ ആനയാണ്. അപ്പോൾ അത് അവർക്ക് കിട്ടിയപ്പോൾ അവർക്കതൊരു മുതൽക്കൂട്ടായി. പിന്നെ 5 ലക്ഷം രൂപയും കൂടി നമ്മൾ അതിനെ ചികിത്സിച്ച് അവന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ 5 ലക്ഷം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കുകയില്ലേ, റേഡിയോ കോളർ കൊടുത്തിരിക്കില്ല, അവർക്ക് പൈസ ആയില്ലേ അത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതെല്ലാം പട്ടത്തിലാണ്. ഇത് ഐഡിയപരമായിട്ട് ഇപ്പോൾ എന്നെ കൂട്ടണമെന്ന് ഞാൻ പറയില്ല, എന്നെക്കാളും അറിവുള്ള എന്നെക്കാളും ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് കേരളത്തിലുണ്ട്. അവരെ കേരളത്തിൽ ഈ അറിവിൻ്റെ കാര്യത്തിൽ അങ്ങ് ആരെയും വെല്ലുവിളിക്കാം. കാരണം അല്ല, ഞാൻ വന്യജീവികളെ കുറിച്ചും നമ്മളെ ഒഴിവാക്കിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളെവിടെയെങ്കിലും പോയി വല്ല കൂലിപ്പണിയെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കും, അത് കുഴപ്പമില്ല. പക്ഷേ നല്ല ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന മനസാക്ഷിയുള്ള ആൾക്കാർ ഒത്തിരി പേര് പുറത്തുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം ഫോം ചെയ്യുക. അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അത് നമ്മുടെ വനം വകുപ്പിനെ തലപ്പത്തിരിക്കുന്ന ആളാരാണോ അതാണ് മെനക്കേണ്ടത്. അതിന് ഏറ്റവും വലിയ അധികാരം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വനം വകുപ്പിൻ്റെ മന്ത്രിമാരുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. കഴിയുമെങ്കിൽ IFS ഓഫീസർമാരെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ, കേന്ദ്രം അയക്കുമ്പോൾ അത് മലയാളം അറിയാവുന്നുള്ള, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളിനെയാണ് നമ്മുടെ കേരളത്തിൽ തലപ്പത്തിരുത്താനുള്ളത്. അല്ലാതെ മലയാളം അറിയാത്ത ഒരാൾ, ഇപ്പം നമുക്ക് എനിക്ക് വിഷമം തോന്നി, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നമ്മുടെ എന്താ പറയുക നിയമസഭയിൽ പെറ്റീഷൻ കമ്മിറ്റിയിൽ. അപ്പോൾ ഗണേഷ് കുമാർ സാറ് ഒരു റെസിഗ്നേഷൻ, ഒരു ഓഫീസ് അധികാരത്തിലിരിക്കുന്ന ഓഫീസെടുത്ത് റെസിഗ്നേഷൻ ചോദിച്ചിട്ട് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്ക് ഹിന്ദി അറിയാം. ഇപ്പോൾ സാർ ഇംഗ്ലീഷ് ചോദിച്ചിട്ട് പുള്ളിക്ക്, പിന്നെ വേറൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് പുള്ളി റെസിഗ്നേഷൻ, പുള്ളിയുടെ ചുമതല എന്താണെന്ന് പുള്ളി പറയുന്നത്. അങ്ങനെയുള്ള ഒരാളിന് കേരളത്തിലെ വനത്തിനെയോ വനസംരക്ഷകരെയോ അല്ലെങ്കിൽ ചുറ്റും ജീവിക്കുന്നവരെയോ ജീവിതം പണയം വെച്ച് വനത്തിനെ സംരക്ഷിക്കാനും മൃഗങ്ങളെ സംരക്ഷിക്കാനും ആൾക്കാരെയൊന്നും അവർക്കറിയില്ല. അവർ വരുന്നു, കുറേ ഓർഡർ ഇടുന്നു, പോകുന്നു. അത് മാറണം. മലയാളം അറിയാവുന്നുള്ള, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ വനത്തിനോട് ആത്മാർത്ഥതയുള്ള ആൾക്കാരെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇതാണ് നടക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും തണ്ണീർത്തടത്തിൽ ജീവിച്ച പാവപ്പെട്ട ആനയും അരിക്കൊമ്പനും അതുപോലെയൊക്കെ ഉള്ളൊരു ജീവിതം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ വേറെ പ്രത്യേകിച്ചുള്ളത്, കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ മരണപ്പെടുന്നത്. നമുക്കിവിടെ കരടി നമ്മൾ കണ്ടതാണ്, വെള്ളത്തിൽ വീണ 10 അടി പൊക്കത്തിൽ അകലത്തിൽ വെള്ളം കിടന്ന കിണറ്റിൽ കിടന്ന കരടിയാണ്
വെടിവെച്ചപ്പം താഴ്ന്നു പോയി മരണപ്പെട്ടത്. കോഴിക്കോട് പുലി വെള്ളത്തിൽ കിടന്ന് നല്ല ഉഷാറായിട്ട് നീന്തിക്കൊടുന്ന പുലിയാണ്. പിറ്റേന്ന് വെടിയേറ്റപ്പോൾ മയക്കുവെടിയേറ്റപ്പോൾ ഓവർഡോസാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മരണം സംഭവിക്കുന്നത്. ഞാൻ ഒരു റെസ്ക്യൂവിന് സാറിനറിയില്ല, കോന്നിയിൽ തണ്ണിത്തോട് എന്ന സ്ഥലത്ത് ഒരു കടുവ ഇറങ്ങി ഒരു ചെറുപ്പക്കാരനെ അടിച്ചു. ഞാൻ അവിടെ ഈ ചെറുപ്പക്കാരൻ അടിച്ചതിൻ്റെ രാത്രി അന്നത്തെ ഇൻഡിക്ക കാറിൽ വെളുക്കുന്നത് വരെ കിടന്ന് കാറ് തുറന്നിട്ട് കിടന്നുറങ്ങിയ വ്യക്തിയാണ്. അവിടെ രാത്രി ഒരു ചെക്കിങ്ങിനും ആരും വന്നില്ല, ആരെയും കണ്ടില്ല. അന്ന് ബുദ്ധിപൂർവ്വം അന്ന് ആ സ്പോട്ടിൽ നമ്മൾ ആ ചെറുപ്പക്കാരൻ്റെ ബ്ലഡ് ഉണ്ടായ ഷർട്ട് ഒരു കടുവയെ പിടിക്കുന്ന കൂട്ടിനകത്ത് വെച്ചിട്ട് ആ കൂടെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ കടുവ കിട്ടിയേനെ. ആ പോയ കടുവ ആ ചെറുപ്പക്കാരൻ്റെ അവിടെ കിടന്ന ഡ്രസ്സ് രാത്രി വന്ന് കടിച്ച് ചെന്ന ഭിന്നമായി കയറി എന്നുള്ളതാണ്. അതിനെ കിട്ടുന്നത് പിന്നെ ആ 7 ദിവസം ആ സമയത്തൊക്കെ ഞാൻ ഈ റെസ്ക്യൂ ടീമിലുണ്ടായിരുന്നു. എന്നെ ഉൾപ്പെടുത്തിയില്ല, എന്നെ അവർ ടീം എന്നെ വോളണ്ടറി ആയിട്ട് ഞാൻ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ എന്നെ കണ്ട പരിചയം പോലും ആ ഡോക്ടർ കാണിച്ചില്ല. അപ്പം അങ്ങ് പറഞ്ഞില്ലേ ഈ ഷർട്ട് വെച്ച് നമുക്കൊരു കൂടെ ഒരുക്കാന്നൊന്നും? അതെ, അല്ല ഞാൻ അതിനുള്ള സമയം കിട്ടും, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ ചെന്ന് സംസാരിക്കാൻ ചെല്ലുമ്പോൾ എന്നെ എന്തോ ഒരു അറപ്പുള്ള ജീവിയെ കാണും പോലെയാണ് പുള്ളിയുടെ സമീപനം. അവർ ആ ടീമിൻ്റെ മൊത്തം സമീപനം അങ്ങനെയായിരുന്നു. അവർ വേറിട്ട ഒരു പരിശീലനം കഴിഞ്ഞ് വന്ന എന്നിട്ട് എന്ത് നേടി കടുവയെ ചത്തിട്ടാണ് കിട്ടിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിൻ്റെ ജീവനോടെ നിങ്ങൾക്ക് കിട്ടില്ല, എന്തെങ്കിലും അസുഖമായിരിക്കും. ഒന്നുകിൽ ഇതിനെ പാർവോ വൈറസ് എന്നൊരു സാധനമുണ്ട്, ഡിസ്റ്റംപർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാതെ ആനിമലിനെ അറ്റാക്ക് ചെയ്തിട്ട് ചോര മാത്രം കിട്ടുന്നു, ഇവർ കഴിക്കാൻ പറ്റുകയില്ല. അവസാനം എന്തായിരുന്നു അത്? ഡിസ്റ്റംബർ വല്ല കൊറോണ ഇതൊന്നുമല്ല. അവന് അവസാനം ഈ മുള്ളം പന്നിയെ പിടിച്ചതിൻ്റെ മുള്ള് കഴുത്തിലും കണ്ണിലൊക്കെ ഇരുന്നാണ് മരണപ്പെട്ടത്. അവന് കണ്ണിന് കാഴ്ചയില്ല, അവന് അറ്റാക്ക് ചെയ്യാൻ അറിയില്ല, അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കഴിക്കാൻ പറ്റുന്നില്ല. ആദ്യ ദിവസം തന്നെയാണ് അതിനെ രക്ഷപ്പെടുത്തായിരുന്നു. ആദ്യ ദിവസമേ ഞാൻ പറഞ്ഞത് ഇതിനെന്തോ അസുഖമാണ്. അന്നത്തെ എനിക്ക് തോന്നുന്നു അന്നത്തെ കൃഷ്ണകുമാർ സാറാണെന്ന് തോന്നുന്നു, അന്നത്തെ ACF. പുള്ളിയോട് ഞാൻ സാറേ ഇന്നതുപോലെ ആയിരിക്കും ഇന്നതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അവർ അതിന് വില കൊടുത്തില്ല എന്നുള്ളതാണ്. അതാണ് 5 ദിവസം കഴിഞ്ഞ് ചത്ത് കിട്ടിയത്. 1 ലക്ഷം രൂപ ചില ഡ്രോൺ ക്യാമറ അത് ഇത് ചപ്പിച്ചോറ് എല്ലാം വന്നു. കടുവ അവിടെ നിൽക്കുന്നവർ എല്ലാവരും ഒരു 10-15 അത് പോകുന്ന ആഘോഷമായിട്ടാണ്. കടുവ അവിടെ കണ്ടു ഒരു 15-20 വണ്ടി ഒറ്റ പോകലതിനായിട്ട്. അപ്പോഴവിടെ നിൽക്കുന്ന കടുവ ഓടി മാറിപ്പോകത്തില്ലേ. അപ്പോൾ ഉടനെ പിറ്റേന്ന് അടുത്ത സ്ഥലത്ത് ഉടനെ ഒരു ടീമായിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മാറണം, നല്ല മാറ്റം ഉണ്ടാവണം, നല്ല എന്താ പറയുക വനത്തിനെക്കുറിച്ച് അറിയാവുന്നുള്ള വനത്തിലെ വന്യമൃഗങ്ങളെക്കുറിച്ച് എല്ലാ മൃഗങ്ങളും. ഇപ്പം നമുക്ക് ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞ പുലി നമ്മുടെ ഗവിയിലുണ്ട്, അത് അധികാരികൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ കാട്ടിൽ എന്തൊക്കെ സാധനം എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയപ്പെടുന്ന ആരെങ്കിലും ചുമതലയായിട്ട് വന്നാൽ മാത്രമേ ഇത് നമുക്കല്ലാതെ കിട്ടുക. നാട്ടിലിറങ്ങുന്ന ആനയും കടുവയും കൊല്ലണമെന്നുള്ള ചിന്തയുള്ള ഒരാൾ അധികാരത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ജനങ്ങളെയും മൃഗങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം വനം വകുപ്പ് മന്ത്രിയായി വന്നാൽ ഇതിനെല്ലാം മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നന്ദി ശ്രീ ബാബ സുരേഷ്. ഒരു പത്മശ്രീയുമല്ല, ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ ഒരു പൊൻതൂവൽ. തനിക്ക് കിട്ടേണ്ട അംഗീകാരം അത് തിരിച്ചറിഞ്ഞ് നിസ്വാർത്ഥമായി ഇത്രയേറെ വന്യജീവികൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ബാബ സുരേഷ് ഈ സ്റ്റേറ്റ് ഇദ്ദേഹത്തെ പോലൊരാളോട് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.